അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന സയ്യിദനാ വനബിയ്യനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, മഹാനായ അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ കാണാം, അൻ അബീ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അന്നഹു ഖാൽ ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഞങ്ങളിലേക്ക് കടന്നു വന്നു. വനഹ്നു നതദാക്കറുൽ മസീഹ ദജ്ജാൽ. മസീഹു ദജ്ജാലിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹി ദജ്ജാൽ. മസീഹു ദജ്ജാലിനേക്കാൾ, ദജ്ജാലിൻ്റെ ഫിത്നയേക്കാൾ ഞാൻ നിങ്ങളുടെ മേലിൽ ഭയപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ, ഫഖുൽന, ഞങ്ങൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾക്ക് നിങ്ങൾ അത് വിവരിച്ചു തരിക. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അശ്ശിർക്കുൽ ഖഫി, അത് മറഞ്ഞതായ ശിർക്കാണ്. അശ്ശിർക്കുൽ അക്ബർ, വലിയ ശിർക്ക് അള്ളാഹുവിനോട് പങ്കു ചേർക്കലാണ്. അല്ലാഹുവല്ലാതെ മറ്റൊരാരാധ്യനുണ്ടെന്ന് വിശ്വസിക്കലാണ്. അശ്ശിർക്കുൽ ഖഫിയു എന്ന് പറഞ്ഞാൽ അൻ യഖൂമർ റജുലു, ഒരു മനുഷ്യൻ നിൽക്കും, ഫയുസല്ലി, അവൻ നിസ്കരിക്കും, ഫയുസയ്യിനു സ്വലാത്തും, അവൻ്റെ നിസ്കാരത്തെ അവൻ ഭംഗിയാക്കും, ലിമാ യറ മിൻ നദ്രി റജുലിൻ, ഒരു മനുഷ്യൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഇടയിൽ വെച്ച് അവൻ കാണാൻ വേണ്ടി, അവൻ്റെ പ്രശംസയ്ക്ക് വേണ്ടി അവൻ നല്ല ഭംഗിയോടുകൂടെ, വൃത്തിയോടുകൂടെ നിസ്കരിക്കും. ഇത് അശ്ശിർക്കുൽ ഖഫിയു അഥവാ ലോകമാന്യം, റിയാ ആണ്. ഇതാണ് ഞാൻ നിങ്ങളുടെ മേലിൽ ഭയപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബികളോട് പറഞ്ഞു. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്,
ലോകമാന്യം, റിയാ, നമ്മൾ ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും അത് മറ്റുള്ളവർ കാണാൻ വേണ്ടി, അവരുടെ പ്രശംസയ്ക്ക് വേണ്ടി, ഞാൻ നല്ല നിസ്കരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ദിക്റ് ചൊല്ലുന്ന ആളാണ്, അല്ലെങ്കിൽ മറ്റു ഇബാദത്തുകൾ ചെയ്യുന്ന ആളാണ് എന്ന് മറ്റുള്ളവർ പറയാൻ വേണ്ടി ഒരിക്കലും നമ്മൾ ഇബാദത്ത് ചെയ്യരുത്. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. അത് ദജ്ജാലിൻ്റെ ഫിത്തനയേക്കാൾ വലിയ ഗൗരവമുള്ള കാര്യമാണ് എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിന് വേണ്ടി മാത്രം, അവൻ്റെ പ്രീതി, അവൻ്റെ വജ്ഹിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യുക. മറ്റുള്ളവർ കാണാൻ വേണ്ടിയോ മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടിയോ ഇബാദത്ത്, നമ്മുടെ ആരാധനകൾ ആവരുത്. അത് നാം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന, നമ്മളുടെ വിവരത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു കുറ്റമറ്റതാക്കി നമ്മിൽ നിന്ന് കബൂലാക്കി നമ്മളുടെ പാരത്രിക ലോകം അള്ളാഹു ഖൈറാലാക്കി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.